വർഷം 2020. അന്ന് ഗോൾഡൻ റിട്ടയർമെന്റ് ഹോം എന്ന ലക്ഷറി വൃദ്ധസദനത്തിലെ ഒരു അന്തേവാസിയായിരുന്നു 89-കാരിയായ അന്നമ്മച്ചി. അന്നമ്മച്ചിയുടെ 4 മക്കളിൽ 3 പേരും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇളയവൻ ബ്രിട്ടോ അമ്മച്ചിയുടെ കൂടെ വൃദ്ധസദനത്തിൽ തന്നെയാണ് താമസം. പ്രസവ സമയത്ത് ഡോക്ടർക്ക് സംഭവിച്ച ഒരു പിഴവ് മൂലം ബ്രിട്ടോയ്ക്ക് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരുന്നു. പ്രായം 55 ആണെങ്കിലും ചെറിയ കുട്ടികളുടെ സ്വഭാവമായിരുന്നു ബ്രിട്ടോയ്ക്ക്. കഴുത്ത് ഒരു വശത്തേക്ക് ഒടിഞ്ഞു തൂങ്ങി വായിൽ നിന്ന് എപ്പോഴും തുപ്പലൊലിപ്പിച്ച് വേച്ചു നടക്കുന്ന ബ്രിട്ടോ. ഒരു ദിവസം രാവിലെ അന്നമ്മച്ചി ഉറക്കമെണീറ്റപ്പോൾ കാണുന്നത് തലേ ദിവസം യാതൊരു കുഴപ്പവുമില്ലാതെ ഉറങ്ങാൻ കിടന്ന ബ്രിട്ടോ കിടക്കയിൽ മരിച്ചു കിടക്കുന്നതായാണ്. വൃദ്ധസദനത്തിലെ ഡോക്ടറായ ഡോക്ടർ റിനോഷ് അടക്കം അതൊരു സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞെങ്കിലും അന്നമ്മച്ചിക്ക് തന്റെ മകനെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന് സംശയമുണ്ടായി. അതുകൊണ്ട് തന്നെ അവർ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ബ്രിട്ടോയുടെ മരണം ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്ന് പറഞ്ഞു. എന്നാൽ അന്നമ്മച്ചി അതൊരു കൊലപാതകമാണെന്നതിൽ തന്നെ ഉറച്ചു നിന്നു. അതിന് അവർക്ക് പറയാൻ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ബ്രിട്ടോയുടെ കൂടെ എപ്പോഴും ഒരു നായ ഉണ്ടായിരുന്നു, ബ്രൗണി. ബ്രിട്ടോ എന്തു കഴിച്ചാലും അതിന്റെ ഒരു പങ്ക് ബ്രൗണിക്കും കൊടുക്കുമായിരുന്നു. ഒരു ദിവസം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിനടുത്ത് വെച്ച് ബ്രൗണി ഛർദ്ദിക്കുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. ആ സമയം മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു ആഹാര സാധനം പോലും ബ്രിട്ടോ ബ്രൗണിക്ക് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നമ്മച്ചിക്ക് ഒരു സംശയമുണ്ടായി, ബ്രൗണിക്ക് ആരോ വിഷം കൊടുത്തു കൊന്നതാണെന്ന്. ബ്രിട്ടോ മരണപ്പെടുന്നതിന് മുമ്പ് ബ്രൗണിയെ കൊല്ലേണ്ടത് കൊലപാതകയുടെ ആവശ്യമായിരുന്നു. ഇത് മാത്രമല്ല അന്നമ്മച്ചിക്ക് തന്റെ മകന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് തോന്നാൻ കാരണം മറ്റു ചില സംശയങ്ങളും കൂടി ഉണ്ടായിരുന്നു. ആ സംശയങ്ങളെല്ലാം അന്നമ്മച്ചി വൃദ്ധസദനത്തിലെ മറ്റൊരു അന്തേവാസിയായ റിട്ടയർഡ് ക്യാപ്റ്റൻ ഫെഡറിക് ദേവസിയോട് പറയുകയാണ്. ക്യാപ്റ്റൻ ആദ്യം അത് വലിയ കാര്യമാക്കി എടുത്തില്ലെങ്കിലും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്നമ്മച്ചിയും ഹാർട്ട് അറ്റാക്കായി മരിച്ചതോടെ ക്യാപ്റ്റന് സംശയങ്ങൾ ഉണ്ടാകുന്നു. ക്യാപ്റ്റൻ ഫെഡറിക് അന്നമ്മച്ചിയുടെയും മകൻ ബ്രിട്ടോയുടെയും മരണത്തിന് പിന്നിലുള്ള നിഗൂഢതകൾ തേടിപ്പോയി. ആ രഹസ്യങ്ങളുടെ ചെപ്പ് തുറന്നത് 10-70 വർഷങ്ങൾ മുമ്പ്, അതായത് 1950-51 കാലഘട്ടത്തിൽ റാന്നിയിൽ നടന്ന ഒരു അരങ്കൊലയുടെയും ആ അരങ്കൊലയ്ക്ക് പിന്നിലുള്ള ഞെട്ടിക്കുന്ന ചില കാരണങ്ങളിലേക്കുമായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ പുറം ലോകം അറിയുന്നതിന് മുമ്പ് വൃദ്ധസദനത്തിന് അടുത്തുള്ള കായലിൽ ചാടി ക്യാപ്റ്റൻ ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ ആരോ അദ്ദേഹത്തെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ചു. അന്നമ്മച്ചിയുടെയും ബ്രിട്ടോയുടെയും കൊലപാതകത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ തേടിപ്പോയ ക്യാപ്റ്റനെ സഹായിക്കാൻ വൃദ്ധസദനത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ് റീനയും ക്യാപ്റ്റന്റെ ഗേൾഫ്രണ്ടായ നതാഷയും ഒപ്പമുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നതിന് മുമ്പ് തന്നെ റീന ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുകയും നതാഷയെ കാണാതാവുകയും ചെയ്തു. ഗോൾഡൻ റിട്ടയർമെന്റ് ഹോം എന്ന ലക്ഷറി വൃദ്ധസദനം, അവിടുത്തെ അന്തേവാസികളിൽ ഭീതി നിറച്ച് തുടരെ നടക്കുന്ന കൊലപാതകങ്ങൾ. നിരുപദ്രവകാരിയായ മന്ദബുദ്ധിയായ പാവം ബ്രിട്ടോയെയും അയാളുടെ പടുവൃദ്ധയായ അന്നമ്മച്ചിയെയും കൊല്ലാൻ മാത്രം എന്ത് സംഭവങ്ങളാണ് ആ വൃദ്ധസദനത്തിൽ നടന്നത്? അവരുടെ മരണത്തിന് പിന്നിലുള്ള സത്യങ്ങൾ അന്വേഷിച്ചു പോയ നതാഷയുടെ തിരോധാനത്തിനും റീനയുടെ ആക്സിഡന്റൽ കൊലപാതകത്തിനും ക്യാപ്റ്റന്റെ വരുത്തി തീർത്ത ആത്മഹത്യക്കും പിന്നിൽ ആരുടെ കരങ്ങളാണ് പ്രവർത്തിച്ചത്? കേൾക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ ബിജി. ബ്രിട്ടോയുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് സ്വന്തം നാടായ റാന്നിയിൽ നിന്നും ഒരാഴ്ച കഴിഞ്ഞാണ് അന്നമ്മച്ചി വൃദ്ധസദനത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അവിടെ എത്തിയ അന്ന് തന്നെ അവിടുത്തെ ജോലിക്കാരിയായ സാലി മുഖാന്തരം അന്നമ്മച്ചി ബ്രിട്ടോയുടെ ചരമ കാർഡ് എല്ലാവർക്കും വിതരണം ചെയ്തു. ബാക്കി വന്ന കാർഡുകൾ അന്നമ്മച്ചി ഒരു ബൈബിളിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. വൃദ്ധസദനത്തിലേക്ക് അന്നമ്മച്ചി തിരിച്ചു വന്ന് പിറ്റേ ദിവസം മുതൽ അവർ ഉറക്കമെണീക്കുമ്പോൾ ബ്രിട്ടോയുടെ കട്ടിലിൽ അവന്റെ ഒരു ചരമ കാർഡ് ഉണ്ടാകും. ആദ്യം അന്നമ്മച്ചി വിചാരിച്ചിരുന്നത് മരിച്ചുപോയ ബ്രിട്ടോയുടെ ആത്മാവിന് തന്നോടെന്തോ പറയാനുണ്ടെന്നും അത് പറയാൻ വേണ്ടിയിട്ട് ബ്രിട്ടോ തന്നെ ആ കാർഡുകൾ അവിടെ കൊണ്ടിടുന്നത് എന്നുമാണ്. എന്നാൽ ഒരു ദിവസം രാത്രി അന്നമ്മച്ചി ഉറങ്ങാൻ കിടന്ന് കുറെ കഴിഞ്ഞപ്പോൾ മുറിയിൽ അസഹ്യമായ തണുപ്പുണ്ടാവുകയും അവർ ഞെട്ടി എണീക്കുകയും ചെയ്തു. നോക്കുമ്പോൾ അവർ എപ്പോഴും ഇട്ടുവയ്ക്കാറുള്ള ബാത്റൂമിലെ ലൈറ്റ് ഓഫായിരിക്കുന്നു. അവർ കൈയെത്തിച്ച് മുറിയിലെ ലൈറ്റ് ഓണാക്കി. അപ്പോഴവർ കാണുന്നത് AC-യിലെ തണുപ്പ് 16 ഡിഗ്രി സെൽഷ്യസിലായിരിക്കുന്നതാണ്. ഒരിക്കലും അവർ അങ്ങനെ ഒരു ടെമ്പറേച്ചർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ തണുത്ത് മരവിച്ച് അവർ മരണപ്പെടുമായിരുന്നു. മാത്രവുമല്ല ബ്രിട്ടോയുടെ കട്ടിലിൽ ഒരു ചരമ വാർത്ത കാർഡും ഉണ്ടായിരുന്നു.
വൃദ്ധസദനത്തിലെ മുറികൾക്കൊന്നും തന്നെ അകത്തു നിന്നും കൊളുത്തില്ല, താക്കോൽ പൂട്ട് മാത്രമാണുള്ളത്. അന്തേവാസികൾക്കെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പുറത്തുനിന്നും തുറക്കാൻ വേണ്ടിയിട്ടാണ് മുറിയുടെ ഉള്ളിൽ കൊളുത്തു വയ്ക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ആരോ തന്റെ മുറിയിലേക്ക് കടന്ന് AC-യുടെ ടെമ്പറേച്ചർ കുറച്ചു വെച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നും ആ വ്യക്തി തന്നെയാണ് എല്ലാ ദിവസവും ബ്രിട്ടോയുടെ കട്ടിലിൽ ചരമക്കാർഡ് കൊണ്ടിടുന്നതെന്നും അമ്മച്ചി ഒരു സംശയം ക്യാപ്റ്റൻ ഫെഡറിക്കിനോട് പറയുകയാണ്. ഇത്രയും കാലം തന്നോടൊപ്പം ഉണ്ടായിരുന്ന മകൻ പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടതിന്റെ ഷോക്കിൽ ഉറങ്ങാൻ കിടക്കുന്ന അമ്മച്ചിയുടെ ഉപബോധ മനസ്സ് തന്നെയാണ് ആ കാർഡുകൾ കൊണ്ടുവന്ന് ബ്രിട്ടോയുടെ കിടക്കയിൽ വയ്ക്കുന്നതെന്നും രാത്രിയിൽ എപ്പോഴോ അമ്മച്ചി തന്നെയാണ് AC-യുടെ ടെമ്പറേച്ചർ കുറച്ചതെന്നും ക്യാപ്റ്റൻ ഫെഡറിക് അമ്മച്ചിയോട് പറയുകയാണ്. ആ വൃദ്ധസദനത്തിൽ അമ്മച്ചിക്ക് കൂട്ടായി ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ക്യാപ്റ്റനാണ്. അയാൾ പോലും അമ്മച്ചിയെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മച്ചി ആകെ തളർന്നു പോയി. പിന്നീട് അവർ ഒരിക്കലും ക്യാപ്റ്റനോട് മിണ്ടിയതേയില്ല. വൃദ്ധസദനത്തിൽ അമ്മച്ചിയുടെ ബ്ലോക്കിൽ അന്നമ്മച്ചിയെ കൂടാണ്ട് റിട്ടയർഡ് ക്യാപ്റ്റൻ ഫെഡറിക്, റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസീൽദാറായ കുര്യൻ, ടീച്ചറായി വിരമിച്ച സിസിലി, ഇരട്ട സഹോദരികളായ ഷേർലി, ഷീല, സൗത്ത് ആഫ്രിക്കയിലായിരുന്ന ജോർജ്, ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്ന തോമസ്, പിന്നെ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന ഹന്ന എന്ന പെൺകുട്ടി. ഇത്രയും അന്തേവാസികളാണുള്ളത്. ഒരു ദിവസം രാത്രിയിൽ ഷീല ഉറക്കമുണർന്നപ്പോൾ മുറിയുടെ പുറത്തൊരു കാൽപെരുമാറ്റം കേൾക്കുകയും അവർ മുറി തുറന്നു നോക്കുമ്പോൾ കോറിഡോറിൽ കൂടി കഴുത്ത് ഒരു വശത്തേക്ക് ഒടിഞ്ഞു തൂങ്ങി വേച്ചു നടക്കുന്ന ഒരു രൂപത്തെ കാണുകയും ഭയന്ന് ബോധരഹിതയാകുകയും ചെയ്തു. മറ്റൊരു ദിവസം സിസിലി ടീച്ചർ ഉറങ്ങാതെ കിടക്കുമ്പോൾ പുറത്തു നിന്നും അതേ രൂപം വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയും സിസിലി ടീച്ചർ ആകെ ഭയന്ന് ബോധരഹിതയാകുകയും ചെയ്യുന്നു. ഇങ്ങനെ രാത്രികാലങ്ങളിൽ അമ്മച്ചിയുടെ മുറിയിൽ നിന്നും ബ്രിട്ടോയുടെ ആത്മാവ് ഇറങ്ങി നടക്കുകയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന വാർത്ത പരന്നതോടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സണ്ണി കുരുവിള അമ്മച്ചിയെ മറ്റൊരു ബ്ലോക്കിലേക്ക് മാറ്റാൻ നിർദ്ദേശം വയ്ക്കുകയാണ്. എന്നാൽ അതിന്റെ ആവശ്യം വന്നില്ല. ഗോൾഡൻ റിട്ടയർമെന്റ് ഹോമിനെ ഞെട്ടിച്ചുകൊണ്ട് അമ്മച്ചിയും ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടു. അമ്മയും മകനും 2 ആഴ്ച വ്യത്യാസത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് വൃദ്ധസദനത്തിലെ അന്തേവാസികളെ ചിന്തിപ്പിച്ചു. എന്നാൽ ട്രസ്റ്റിയായ ജെയിംസ് ഉതുപ്പും സർക്കിൾ ഇൻസ്പെക്ടറായ അജയ് കുമാറും ചേർന്ന് വൃദ്ധസദനത്തിലെ അന്തേവാസികളെ എല്ലാം വിളിച്ചുകൂട്ടുകയും അന്നമ്മച്ചിയുടെയും ബ്രിട്ടോയുടെയും മരണം സ്വാഭാവികമാണെന്നും ഭയപ്പെടത്തക്ക ഒന്നും തന്നെ ഇല്ല എന്നും പറയുകയാണ്. പക്ഷെ ക്യാപ്റ്റൻ വെറുതെ ഇരുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു അന്വേഷണം ആരംഭിച്ചു. അമ്മച്ചിയുടെ അവസാന നാളുകളിൽ അവരുടെ ഒപ്പം എപ്പോഴും ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു. ആ നോട്ട് ബുക്കിൽ ബ്രിട്ടോയുടെയും അമ്മച്ചിയുടെയും മരണത്തെ സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ക്യാപ്റ്റൻ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ജോലിക്കാരൻ സാലിയുടെ സഹായത്താൽ അമ്മച്ചിയുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്റ്റോർ റൂമിൽ അദ്ദേഹം ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ അങ്ങനെ ഒരു നോട്ട് ബുക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല. അന്നമ്മച്ചിയെ കൊന്നത് അതാരായാലും ആ നോട്ട് ബുക്ക് തന്ത്രപൂർവ്വം എടുത്തു മാറ്റിയിരിക്കുന്നു. അന്നമ്മച്ചിയുടെ സാധനങ്ങൾക്കൊപ്പം ക്യാപ്റ്റൻ അന്നമ്മച്ചിക്ക് വായിക്കാൻ കൊടുത്ത കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പുസ്തകങ്ങളും എടുത്ത് തന്റെ മുറിയിലേക്ക് പോയി. ആ പുസ്തകങ്ങൾ വെറുതെ ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ അന്നമ്മച്ചിയുടെ കൈപ്പടയിൽ എഴുതിയ 2-3 കുറിപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 1950-51 കാലഘട്ടത്തിൽ റാന്നിയെ ഇളക്കി മറിച്ച ഒരു അരും കൊലയുടെ കഥയാണ് ആ കുറിപ്പുകളിൽ ഉണ്ടായിരുന്നത്. 1949 അന്നമ്മച്ചിയുടെയും ഭർത്താവ് തങ്കച്ചായന്റെയും വീട്ടിനടുത്തേക്ക് കുഞ്ഞുവർക്കിയും കുടുംബവും താമസിക്കാൻ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ കുഞ്ഞുവർക്കിക്കും ഭാര്യ മാമിക്കും 4 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. കൂടാതെ 5ാമത്തതിനെ മാമി ഗർഭിണിയുമായിരുന്നു. കുട്ടിച്ചൻ മുതലാളിക്ക് വേണ്ടി കാട്ടിൽ തടി വെട്ടുന്ന പണിയായിരുന്നു കുഞ്ഞുവർക്കി ചെയ്തിരുന്നത്. ഒരു ദിവസം രാവിലെ അന്നമ്മച്ചിയോടും തങ്കച്ചായനോടും യാത്ര പറഞ്ഞ് കാട്ടിലേക്ക് പണിക്ക് പോയ കുഞ്ഞുവർക്കിയെ പിന്നെ കാണുന്നത് 3-ാം ദിവസം വൈകുന്നേരം കുട്ടിച്ചന്റെ ജീപ്പിൽ അല്പപ്രാണനായി പണിക്കാർ കുഞ്ഞുവർക്കിയെ എത്തിച്ചപ്പോഴാണ്. കൊടിപറിക്കാൻ കയറിയപ്പോൾ വീണതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുവർക്കിയുടെ കൈകളിലും ദേഹത്തുമൊക്കെ കുരുമുളകിന്റെ ഇലകളും വള്ളിയും ഒക്കെ ഉണ്ടായിരുന്നു. കൊടിയിൽ നിന്ന് വീണ അല്പപ്രാണനായിട്ടും എന്തുകൊണ്ടാണ് കുഞ്ഞുവർക്കിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാത്തതെന്ന് കുട്ടിച്ചന്റെ തൊഴിലാളികളോട് തങ്കച്ചായൻ ചോദിക്കുകയും തങ്കച്ചായനും അനിയന്മാരും കൂടി കുഞ്ഞുവർക്കിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും കുഞ്ഞുവർക്കി മരണപ്പെട്ടു. കുഞ്ഞുവർക്കിയുടെ മരണത്തിൽ എന്തോ അപാകതയുള്ളതായി എല്ലാവർക്കും അറിയായിരുന്നു. കുട്ടിച്ചൻ മുതലാളിയുടെ പണിക്കാരിൽ കുറച്ചുപേരെയൊക്കെ തങ്കച്ചായൻ അറിയാം. തങ്കച്ചായൻ ആ വഴിക്കൊരു അന്വേഷണം നടത്തി. 1950-നും 51-നും ഇടയിൽ രാജപാറ, കരിങ്കുളം, കണമല എന്നിവിടങ്ങളിൽ നിന്ന് കുട്ടിച്ചൻ മുതലാളിയുടെ നേതൃത്വത്തിൽ ഈട്ടിമരങ്ങൾ അനധികൃതമായി മുറിച്ചുമാറ്റി.
ഇത് കുഞ്ഞുവർക്കി കണ്ടുപിടിക്കുകയും ഫോറസ്റ്റുകാരെ വിവരം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഫോറസ്റ്റുകാർ കുട്ടിച്ചൻ മുതലാളിയുടെ വലം കൈയായിരുന്നു. അവർ കുഞ്ഞുവർക്കിയെ ഊറ്റി. കുട്ടിച്ചൻ മുതലാളി കുഞ്ഞുവർക്കിയെ കൊല്ലാക്കൊല ചെയ്തു. കാട്ടിൽ വെച്ച് തന്നെ കുട്ടിച്ചൻ മുതലാളിക്ക് കുഞ്ഞുവർക്കിയെ കൊല്ലാമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ കൊലപാതക കുറ്റം തന്റെ തലയിലാകുമെന്ന് കുട്ടിച്ചന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് അല്പപ്രാണനാക്കി കുഞ്ഞുവർക്കിയെ വീട്ടിലെത്തിച്ചത്. കാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ കുഞ്ഞുവർക്കിയുടെ ചുണ്ടുകളിൽ പച്ചിലച്ചാർ ഉണങ്ങിയ പാടുണ്ടായിരുന്നു. കുഞ്ഞുവർക്കി യാതൊരു കാര്യവും പുറത്തു പറയാണ്ടിരിക്കാൻ വിഷച്ചെടിയുടെ ഇലച്ചാറ് കുടിപ്പിച്ചതാണ് എന്ന് കുട്ടിച്ചൻ മുതലാളിയുടെ തൊഴിലാളികൾ തങ്കച്ചായനോട് പറഞ്ഞു. കുഞ്ഞുവർക്കിയുടെ മരണം ഒരു അപകട മരണമായി അവർ ഒതുക്കി. എന്നാൽ തങ്കച്ചായൻ വെറുതെ ഇരുന്നില്ല. സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ച് ജനശ്രദ്ധയെ ആകർഷിച്ചു. സമ്മർദ്ദമേറിയപ്പോൾ ഫോറസ്റ്റുകാർക്ക് മരക്കടത്ത് കേസിന്റെ പരാതി സ്വീകരിക്കേണ്ടി വന്നു. എന്നാൽ കുട്ടിച്ചൻ മുതലാളിയുടെ പടത്തിന് മീതെ ഫോറസ്റ്റുകാരും പറഞ്ഞില്ല. കേസ് അവർ ഒതുക്കി തീർത്തു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും തങ്കച്ചായന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ കുഞ്ഞുവർക്കിയെ കൊന്ന കുട്ടിച്ചൻ മുതലാളിയെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ തങ്കച്ചായനും അനിയന്മാരും കുറച്ച് ആദിവാസികളും ചേർന്ന് കുട്ടിച്ചൻ മുതലാളിയുടെ 12 ഏക്കർ പുരയിടവും കൃഷിയും 1951 ഡിസംബർ 27 തീയിട്ട് നശിപ്പിച്ചു. തേക്കും തടി കൊണ്ട് പണിതുയർത്തിയ കുട്ടിച്ചൻ മുതലാളിയുടെ വീട്ടിലിട്ട് അയാളെ ജീവനോടെ കത്തിച്ചു. അയാളുടെ ഭാര്യയെയും 3 പെൺകുട്ടികളെയും ആ നാട്ടിൽ നിന്നും ഓടിച്ചു വിട്ടു. കുഞ്ഞുവർക്കി മരിച്ച അന്ന് തന്നെ മാമിക്ക് ഒരു ആൺകുഞ്ഞുണ്ടായി. കുഞ്ഞുവർക്കിയുടെ അടക്കം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാമിയുടെ ഇളയ ആങ്ങള വരികയും മാമിയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം അന്നമ്മച്ചി അവരെ കണ്ടിട്ടേയില്ല. കുട്ടിച്ചൻ മുതലാളിയുടെ ഭാര്യയെയും 3 പെൺമക്കളെയും ആ നാട്ടിൽ നിന്നും ഓടിച്ചു വിടുന്ന സമയത്ത്, അതായത് 1951 മൂത്തമകൾ ബിയാട്രീസിന് 10 വയസ്സായിരുന്നു പ്രായം. ത്രേസ്യയ്ക്ക് 5ഉം എലിസബത്തിന് 3ഉം. അതായത് ഇപ്പോൾ ബിയാട്രീസിന് 69 വയസ്സുണ്ടാകും. ത്രേസ്യയ്ക്ക് 64ഉം എലിസബത്തിന് 62ഉം. ബ്രിട്ടോ മരിക്കുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അന്നമ്മച്ചി കുഞ്ഞുവർക്കിയുടെയും മാമിയുടെയും കഥ വൃദ്ധസദനത്തിലുള്ള എല്ലാവരോടുമായി പറയുന്നത്. അമ്മച്ചിയുടെ സംശയം എന്തെന്ന് വെച്ചാൽ, ജീവനോടെ കത്തിച്ചു കളഞ്ഞ കുട്ടിച്ചൻ മുതലാളിയുടെ പെൺമക്കളിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ഈ റിട്ടയർമെന്റ് ഹോമിൽ ഉണ്ടാകും. അന്നമ്മച്ചി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അന്നമ്മച്ചി തങ്കച്ചായന്റെ ഭാര്യയാണെന്നും ബ്രിട്ടോ അയാളുടെ മകനാണെന്നും കൊലയാളിക്ക് മനസ്സിലായിട്ടുണ്ടാവുക. വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ ഒന്നുമല്ലാതാക്കി തീർത്ത തങ്കച്ചായന്റെ കുടുംബത്തിലെ കണ്ണികളാണ് മുമ്പിലിരിക്കുന്ന അന്നമ്മച്ചിയും ബ്രിട്ടോയും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായ പക. ആ പകയുടെ അനന്തരഫലമായിരുന്നു ബ്രിട്ടോയുടെ മരണം. അന്നമ്മച്ചിക്ക് ബ്രിട്ടോയുടെ ചരമക്കാർഡ് സ്ഥിരമായി കിട്ടുന്ന ബ്രിട്ടോയുടെ കട്ടിലിൽ ഒരു ദിവസം ചരമക്കാർഡിനോടൊപ്പം കുരുമുളകിന്റെ തണ്ടും ഇലയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് കുഞ്ഞുവർക്കിയുടെ മരണവുമായി ബ്രിട്ടോയുടെ മരണത്തിന് ബന്ധമുണ്ടെന്ന സംശയം അന്നമ്മച്ചിക്ക് വന്നത്. മാത്രവുമല്ല, കുട്ടിച്ചൻ മുതലാളിയെ തങ്കച്ചായൻ ജീവനോടെ കത്തിച്ച ഡിസംബർ 27 തന്നെയാണ് ബ്രിട്ടോ കൊല്ലപ്പെടുന്നത്. ബ്രിട്ടോയെ കൊന്നതുപോലെ അയാൾ ഒരു ദിവസം രാത്രിയിൽ പുറത്തുനിന്നും മുറി തുറന്നുവന്ന് തന്നെയും കൊല്ലുമെന്ന് അന്നമ്മച്ചിക്ക് ഉറപ്പായിരുന്നു. തങ്കച്ചായൻ മരിച്ചതിനു ശേഷം ബ്രിട്ടോയും കൂട്ടി അന്നമ്മച്ചി വൃദ്ധസദനത്തിലെത്തിയ അന്നു മുതൽ ക്യാപ്റ്റൻ ഫെഡറിക് അല്ലാതെ മറ്റൊരു സുഹൃത്ത് അന്നമ്മച്ചിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അന്നമ്മച്ചി ഭയപ്പെട്ട കാര്യം ഫെഡറിക്കിനോട് പറഞ്ഞത്. എന്നാൽ ഫെഡറിക് തന്നെ കേൾക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ തനിക്കതിൽ വളരെ വിഷമമുണ്ടായെന്നും ഫെഡറിക് ഈ കുറിപ്പുകൾ വായിക്കുന്ന സമയത്ത് താൻ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും അന്നമ്മച്ചി ആ കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പുകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഫെഡറിക്കിന് വല്ലാതെ കുറ്റബോധമുണ്ടായി. കാരണം അന്ന് അമ്മച്ചി ഫെഡറിക് കേട്ടിരുന്നു എങ്കിൽ ഇന്ന് അന്നമ്മച്ചിയെങ്കിലും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് ക്യാപ്റ്റൻ ചിന്തിച്ചു. ബ്രിട്ടോയും അമ്മച്ചിയും കൊല്ലപ്പെട്ട ദിവസങ്ങളിൽ വൃദ്ധസദനത്തിലെ അന്തേവാസികളെ കൂടാതെ സ്ഥിരം താമസക്കാരായ കെയർടേക്കർ മേഴ്സി കുര്യൻ, സെക്യൂരിറ്റി ആന്റണി, നഴ്സായ ജോജിമോൾ, ജോലിക്കാരികളായ സാലി, മിനി, പിന്നെ ഇടയ്ക്ക് വന്ന് തങ്ങുന്നവരായ ഫിസിയോതെറാപ്പിസ്റ്റ് റീന, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സണ്ണി കുരുവിള, പ്ലംബർ സുനിൽ, പിന്നെ ക്യാപ്റ്റന്റെ ഗേൾഫ്രണ്ടായ നതാഷ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ ആരും തന്നെ ത്രേസ്യ, ബിയാട്രിസ്, എലിസബത്ത് എന്നീ പേരുകളിലില്ല. അപ്പോ ഒന്നുകിൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ആയിരിക്കാം അന്നമ്മച്ചിയുടെയും ബ്രിട്ടോയുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്ന നിഗമനത്തിലാണ് ക്യാപ്റ്റൻ എത്തിച്ചേർന്നത്.
ക്യാപ്റ്റൻ തന്റെ അന്വേഷണത്തിന് സഹായിയായി ഫിസിയോതെറാപ്പിസ്റ്റ് റീനയെ കൂടെ ഒപ്പം കൂട്ടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ റീനയ്ക്ക് എല്ലാവരുടെയും മുറിയിൽ യഥേഷ്ടം കയറാമായിരുന്നു. അവൾ എല്ലാവരുടെയും മുറിയിൽ കയറി രഹസ്യമായി എല്ലാവരുടെയും ID പരിശോധിക്കുകയും ആരുടെയെങ്കിലും മുറിയിൽ ബ്രിട്ടോയുടെ ചരമക്കാർഡ് അധികമായി അച്ചടിച്ചു വച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയും ചെയ്തു. എന്നാൽ ചരമക്കാർഡുകൾ അവൾക്ക് ആരുടെയും മുറിയിൽ നിന്നും കിട്ടിയില്ല. ക്യാപ്റ്റന്റെ കൂടെ അന്വേഷണത്തിൽ സഹായിയായി ഗേൾഫ്രണ്ട് നതാശയുണ്ടായിരുന്നു. ഈ നതാശയ്ക്ക് ക്യാപ്റ്റന്റെ മകൾ ജെസ്സിക്കയേക്കാൾ പ്രായം കുറവാണ്. നതാശയുടെ വിവാഹ ജീവിതം വളരെ സുഖകരമല്ലാത്തത് കൊണ്ട് തന്നെ അവർ വേർപിരിയുകയും പിന്നീട് വൃദ്ധസദനത്തിൽ മൊബൈൽ പ്ലാനുകൾ സംസാരിക്കാൻ എത്തിയ നതാശ ക്യാപ്റ്റനുമായി അടുക്കുകയുമായിരുന്നു. ജെസ്സിക്കയ്ക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ക്യാപ്റ്റന്റെ ഭാര്യ മരിക്കുന്നത്. അതിനുശേഷം ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജെസ്സിക്കയെ പഠിപ്പിച്ചതും വളർത്തിയതും അബുദാബിയിലുള്ള ജോയിലുമായി വിവാഹം കഴിപ്പിച്ചതും. ക്യാപ്റ്റൻ റിട്ടയർഡ് ആയതിനു ശേഷം ജെസ്സിക്കയുടെ കൂടെ അബുദാബിയിലായിരുന്നു താമസം. എന്നാൽ ജോയിലുമായി പൊരുത്തക്കേടുകൾ ഉണ്ടായപ്പോൾ ക്യാപ്റ്റൻ സ്വന്തം ചെലവിൽ ഈ ലക്ഷറി വൃദ്ധസദനത്തിൽ വന്ന് താമസിക്കുകയായിരുന്നു. ക്യാപ്റ്റനും നതാശയും ഇടയ്ക്കൊക്കെ ചില യാത്രകൾ പോകാറുണ്ട്. നതാശ വൃദ്ധസദനത്തിൽ വന്ന് ക്യാപ്റ്റന്റെ ഒപ്പം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകൾ എന്ന രീതിയിലാണ്. ബ്രിട്ടോയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിനയുമായി നതാശ എടുത്തു. പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായിരുന്നോ എന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു നതാശ ഡോക്ടറുമായി എടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ രഹസ്യങ്ങൾ പുറത്തു വച്ച് പറഞ്ഞാൽ ശരിയാകില്ല എന്നും വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് വരിക എന്നും പറഞ്ഞ് ഒരു ദിവസം വിനയ് നതാശയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നതാശ ഒരു ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നു. ഒരു കറുത്ത സ്കോർപിയോയിൽ നതാശയെ കൂട്ടാൻ ഡോക്ടർ വിനയ് എത്തി. നതാശ വണ്ടിയിലേക്ക് കയറുമ്പോൾ അതിൽ നിഖിൽ എന്ന് പറഞ്ഞ ഒരു യുവാവും ഉണ്ടായിരുന്നു. അവർ ഒരു പഴയ കെട്ടിടത്തിലേക്കാണ് എത്തിയത്. എന്തിനാണ് വീട്ടിലേക്ക് പോകാതെ ഈ പഴയ കെട്ടിടത്തിലേക്ക് തന്നെയും കൂട്ടി വന്നതെന്ന് നതാശ ഡോക്ടറോട് ചോദിച്ചപ്പോൾ, വീട്ടിലേക്ക് പോയാൽ ശരിയാകില്ല, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന ഓരോ കാരണങ്ങൾ പറഞ്ഞ് നതാശയും കൂട്ടി ഡോക്ടർ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാണ്. വീട്ടിന്റെ ഉള്ളിൽ കയറിയതും നതാശയെ നിഖിലും ഡോക്ടറും കൂടി ചേർന്ന് വളരെ ക്രൂരമായി തന്നെ കീഴ്പ്പെടുത്തി. നതാശ ഡോക്ടറോടൊപ്പം വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ലൊക്കേഷൻ ക്യാപ്റ്റന് പാസ് ചെയ്തതാണ്. എന്നാൽ വീട് കുറച്ച് ഉള്ളിലേക്കായതുകൊണ്ട് ക്യാപ്റ്റൻ എത്താൻ വൈകി. അതുകൊണ്ട് തന്നെ നതാശയ്ക്ക് ക്രൂര പീഡനമേൽക്കേണ്ടി വന്നു. നതാശയുടെ അവസ്ഥ കണ്ട ക്യാപ്റ്റൻ ഫെഡറിക് ഡോക്ടർ വിനയിനെയും നിഖിലിനെയും നന്നായി തന്നെ പെരുമാറി. അന്ന് അവിടെ വെച്ച് ബ്രിട്ടോയുടെ മരണകാരണം ഡോക്ടർ വിനയ് നതാശയോടും ക്യാപ്റ്റനോടുമായി പറഞ്ഞു. ബ്രിട്ടോയുടെ ബോഡി താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ഗോൾഡൻ റിട്ടയർമെന്റ് ഹോമിൽ നിന്നും 2 ലക്ഷം രൂപ ഡോക്ടറുടെ മേശപ്പുറത്തെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് ഡ്യൂ ടു നാച്ചുറൽ കോസ് എന്നെഴുതാൻ വേണ്ടിയുള്ള കൈക്കൂലിയായിരുന്നു അത്. എന്നാൽ ഡോക്ടർ വിനയ്ദാസ് പറഞ്ഞത് ആ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്താൻ ഡോക്ടർക്കായില്ല എന്നുള്ളതാണ്. തികച്ചും സ്വാഭാവികമായ ഒരു ഹാർട്ട് അറ്റാക്ക് മരണം. പിന്നീട് ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ബ്രിട്ടോയുടെ ശരീരത്തിൽ ഉറക്ക ഗുളികയുടെയും അനസ്തേഷ്യ ഡ്രഗ്സിന്റെയും പ്രസൻസ് കാണുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ 2 ലക്ഷം രൂപ പോക്കറ്റിലായതുകൊണ്ട് തന്നെ ഡോക്ടർ വിനയ് അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. അതായത് കഴിക്കുന്ന ഭക്ഷണത്തിലോ മറ്റോ ഉറക്ക ഗുളിക ചേർത്ത് ഉറക്കി കിടത്തിയിട്ട് അനസ്തേഷ്യ ഡ്രഗ് കുത്തിവെച്ചു കൊല്ലുക. കാണുന്നവർക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറിനും അതൊരു നോർമൽ ഡെത്തായി തോന്നുകയുള്ളൂ. ആ പണം അവിടെ കൊണ്ടുവച്ചത് ആരാണെന്ന് തനിക്ക് അറിയില്ല എന്ന് ഡോക്ടർ വിനയ് കൂട്ടിച്ചേർത്തു. നതാശയ്ക്ക് ഒരു ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞാണ് അവളെയും കൊണ്ട് ക്യാപ്റ്റൻ ഓൾഡേജ് ഹോമിൽ എത്തുന്നത്. 4-5 ദിവസം അവൾ അവിടെ താമസിച്ച ശേഷം തിരിച്ചുപോയി. പിന്നീട് നതാശയെ ആരും കണ്ടിട്ടില്ല. നതാശ പോയി പിറ്റേ ദിവസം രാത്രിയിൽ ക്യാപ്റ്റൻ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വാതിൽ പുറത്തുനിന്ന് ആരോ തുറന്നു. ക്യാപ്റ്റൻ അനങ്ങാതെ തന്നെ കിടന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കട്ടിലിന് ചെറിയൊരു ഇളക്കം സംഭവിച്ചു. അപ്പോൾ തന്നെ വാതിൽ തുറന്നയാൾ വാതിലടച്ചു പോയി. ക്യാപ്റ്റൻ വാതിൽ തുറന്നു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. തുടർന്ന് 2 ദിവസത്തിനുള്ളിൽ ഫിസിയോതെറാപ്പിസ്റ്റ് റീന ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുകയും തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നൊരു കുറിപ്പ് എഴുതി വെച്ച് ക്യാപ്റ്റൻ ഫെഡറിക് വൃദ്ധസദനത്തിന്റെ അടുത്തുള്ള കായലിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അന്ന് രാത്രിയിൽ നല്ല മഴയായതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ ബോഡി ഒഴുക്കിൽ പെട്ടുപോയി. ക്യാപ്റ്റന്റെ ചെരുപ്പും മറ്റു സാധനങ്ങളും കായലിന്റെ അടുത്ത് നിന്ന് കിട്ടിയിരുന്നു. ക്യാപ്റ്റന് താൻ മരണപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുകയും ആ ഡയറി മകൾ ജെസ്സിക്കയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ജെസ്സിക്കയ്ക്ക് ഈ ഡയറി കിട്ടുന്നത് ക്യാപ്റ്റൻ മരിച്ച് ഏകദേശം 1 വർഷം ആകാറായപ്പോഴാണ്. ആ ഡയറി കയ്യിൽ കിട്ടിയതും തന്റെ ചാച്ചന്റെ ആത്മഹത്യ ഒരു കൊലപാതകമാണോ എന്ന് അവൾക്ക് സംശയം വരുന്നു. അതിൽ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൾ അബുദാബിയിൽ നിന്നും നാട്ടിലേക്ക് എത്തി.
നാട്ടിലെത്തിയ ജെസ്സിയുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. നതാഷയുടെ പീഡന ശ്രമവും തുടർന്നുള്ള തിരോധാനവും, റീനയുടെ ആക്സിഡന്റ്, ചാച്ചന്റെ വരുത്തി തീർത്ത ആത്മഹത്യ, ഇതിനെല്ലാം ഉത്തരം നൽകാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് നതാഷയ്ക്കാണ്. അതിന് നതാഷ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നറിയണം. ജെസ്സി നതാഷ ജോലി ചെയ്തിരുന്ന ടെലികോം സർവീസ് കമ്പനിയിൽ പോയെങ്കിലും നതാഷയെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അവൾക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല. തുടർന്ന് സഹപാഠിയെ കൂട്ടുകാരി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് നതാഷയുടെ ഒരു ഫോട്ടോയും വെച്ച് ജെസ്സി പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. പത്രപരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുമേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജെസ്സിക്ക് കോണ്ടാക്ട് ചെയ്യുകയാണ്. ജെസ്സിക്ക സുമേഷിനെ പോയി കാണുകയും സുമേഷിൽ നിന്നും ജെസ്സിക്ക് അറിയാൻ കഴിഞ്ഞത് ആ സ്ഥലത്ത് സ്വന്തമായി ഫാം നടത്തുന്ന ജൂഡിറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് പത്രത്തിൽ കണ്ട നതാഷയുടെ മുഖഛായ ഉണ്ടെന്നുമാണ്. സുമേഷിന്റെ നിർദ്ദേശപ്രകാരം ജെസ്സി ഏകദേശം 5 ഏക്കറയോളം വരുന്ന ഒരു ഫാമിലെത്തി. കോഴി, പശു, ആട് എന്ന് വേണ്ട എല്ലാം ആ ഫാമിൽ ഉണ്ടായിരുന്നു. സുമേഷ് പറഞ്ഞ ജൂഡിറ്റ് നതാഷ തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ജെസ്സി നതാഷയെ കാണുന്നതെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് ആളെ പിടികിട്ടി. തന്റെ ചാച്ചന്റെ 2ാം ഭാര്യയായ നതാഷയെ ജെസ്സിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു എങ്കിലും ചാച്ചന്റെ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തണമെങ്കിൽ നതാഷയുടെ സഹായം ജെസ്സിക്ക് കിട്ടിയേ പറ്റുള്ളായിരുന്നു. നതാഷ ജെസ്സിയോട് ബാക്കി കഥ പറഞ്ഞു. നതാഷയും ക്യാപ്റ്റൻ ഫെഡറിക്കും കൂടി വൃദ്ധസദനത്തിലെ എല്ലാവരുടെയും അഡ്രസ് പ്രൂഫ് സംഘടിപ്പിച്ചു. ഡോക്ടർ വിനയിൽ നിന്നും കൊലപാതക രീതി കൂടി മനസ്സിലായപ്പോൾ സംശയം കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി. അതിലൊരാളുടെ വീട്ടിൽ നതാഷ നടത്തിയ അന്വേഷണത്തിൽ നിന്നും അയാളുടെ അച്ഛന്റെയും അമ്മയുടെയും പേര് കണ്ടുപിടിച്ചു. കൊലയാളി ഒരു പെൺകുട്ടിയാണെന്നും അവളുടെ അമ്മയുടെ പേര് ബിയാട്രിസ് ആണെന്നും നതാഷയ്ക്ക് മനസ്സിലായി. ബിയാട്രിസിന്റെ കൊച്ചുമകളായിരുന്നു റിട്ടയർമെന്റ് ഹോമിൽ ഉണ്ടായിരുന്നത്. അപ്പനെ കൊന്നവരോട് ബിയാട്രിസിന് അടക്കാനാവാത്ത പകയുണ്ടായിരുന്നു. ആ പക ബിയാട്രിസ് തന്റെ മകളായ ആലീസിനോട് എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ പക വീട്ടാൻ മാത്രം താല്പര്യം ആലീസിന് ഉണ്ടായിരുന്നില്ല. ആലീസും ഭർത്താവും ജോലിക്കാരായതുകൊണ്ട് തന്നെ ആലീസിന്റെ മകളെ അധിക സമയവും നോക്കിയിരുന്നത് ബിയാട്രിസ് ആണ്. ബിയാട്രിസ് കൊച്ചുമകളുടെ മനസ്സിലേക്ക് പകയുടെ വിഷം കുത്തി നിറച്ചുകൊണ്ടിരുന്നു. അന്നമ്മച്ചി കഥ പറയുന്നത് വരെ അന്നമ്മച്ചിയും ബ്രിട്ടോയും ആരാണെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബിയാട്രിസ് നിറച്ചു കൊടുത്ത പക ഒരു ലഹരിയായി അവളുടെ മനസ്സിലേക്ക് വരികയും അന്നമ്മച്ചിയെയും ബ്രിട്ടോയെയും കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. അവൾ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി ഡിപ്രഷനാണ്, ഉറക്കമില്ലായ്മ എന്നൊക്കെ പറഞ്ഞു ഉറക്ക ഗുളിക എഴുതി വാങ്ങി. എന്നിട്ട് ആ ഉറക്ക ഗുളിക കാപ്പിയിലോ ജ്യൂസിലോ മറ്റോ ഇട്ട് ബ്രിട്ടോയ്ക്ക് കൊടുത്തു. വൃദ്ധസദനത്തിൽ രാത്രിയിൽ മുറികളുടെ കതക് കുറ്റിയിടാൻ കഴിയാത്തതിനാൽ കൊലയാളി അകത്തു കടന്ന് ഉറക്ക ഗുളിക കഴിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ബ്രിട്ടോയുടെ കാലിലേക്ക് അനസ്തീഷ്യ മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി. ഉറക്കത്തിൽ മരണപ്പെട്ടു. കാഴ്ചയ്ക്ക് സാധാരണ മരണം. ആ കൊലയാളി തന്നെയാണ് ബ്രിട്ടോയുടെ പ്രേതത്തിന്റെ വേഷം കെട്ടി എല്ലാവരെയും പേടിപ്പിച്ചതും ബ്രിട്ടോയുടെ ചരമക്കാർട്ട് കിടക്കയിൽ കൊണ്ടിട്ടതും. ഇത്രയും പഴക്കമുള്ള ഒരു കൊലപാതകത്തിന് പ്രതികാരം തീർക്കുക, അതും വല്യമ്മച്ചിയുടെ അപ്പന്റെ കൊലപാതകത്തിന്. ഇത്രയും റിവഞ്ചുള്ള ആരാണ് ആ വൃദ്ധസദനത്തിൽ ഉണ്ടായിരുന്നതെന്ന് ജെസ്സി നതാഷയോട് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞത് ജെസ്സിയുടെ പുറകിൽ നിന്നിരുന്ന ഒരു പുരുഷനാണ്. ആ പുരുഷൻ മറ്റാരുമായിരുന്നില്ല, ക്യാപ്റ്റൻ ഫെഡറിക്, ജെസ്സിയുടെ ചാച്ചൻ. മുന്നിൽ കാണുന്നത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ ജെസ്സിക്കായില്ല. ബാക്കി കഥ തുടർന്നത് ക്യാപ്റ്റൻ ഫെഡറിക് ആണ്. കൊലപാതക രഹസ്യം ക്യാപ്റ്റൻ അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കൊലപാതകി ഒരു ദിവസം രാത്രിയിൽ ക്യാപ്റ്റനെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ രാത്രിയിൽ ക്യാപ്റ്റൻ ഉണർന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അന്നമ്മച്ചിയെയും ബ്രിട്ടോയെയും കൊന്നുകളഞ്ഞ ബിയാട്രിസിന്റെ കൊച്ചുമകൾ അത് മറ്റാരുമായിരുന്നില്ല, നതാഷയ്ക്കും ക്യാപ്റ്റനും ഒപ്പം അന്നമ്മച്ചിയുടെയും ബ്രിട്ടോയുടെയും കൊലപാതക രഹസ്യം കണ്ടുപിടിക്കാൻ നടന്ന ഫിസിയോതെറാപ്പിസ്റ്റ് റീനയായിരുന്നു. അവളായിരുന്നു ബിയാട്രിസിന്റെ കൊച്ചുമകൾ. ഒരു ദിവസം ക്യാപ്റ്റനും റീനയും അന്നമ്മച്ചിയുടെയും ബ്രിട്ടോയുടെയും കൊലപാതകങ്ങളെ പറ്റി മുറിയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനലിനരികിൽ ആരോ ഉണ്ടെന്നും തങ്ങളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്നും റീന ക്യാപ്റ്റനോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്ന് ക്യാപ്റ്റന് വ്യക്തമായിരുന്നു. അത് റീനയുടെ ഒരു അതിബുദ്ധിയായിരുന്നു. താനല്ല ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ക്യാപ്റ്റനെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള അതിബുദ്ധി. പക്ഷേ റീന പറഞ്ഞ ആ നുണയിൽ നിന്നുമാണ് ക്യാപ്റ്റന് റീനയിലേക്ക് സംശയങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. ക്യാപ്റ്റന്റെ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നതാഷ റീനയെ പറ്റി അന്വേഷിച്ചതും ബിയാട്രിസിന്റെ കൊച്ചുമകൾ റീനയാണെന്ന് നതാഷ കണ്ടുപിടിച്ചതും. കൊച്ചുകുട്ടികളുടെ സ്വഭാവമുള്ള പാവം ബ്രിട്ടോയെയും അന്നമ്മച്ചിയെയും നതാഷയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. അന്നമ്മച്ചിയെയും ബ്രിട്ടോയെയും കൊല്ലേണ്ട ഒരാവശ്യവും റീനയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റീനയാണ് കൊലപാതകി എന്നറിഞ്ഞപ്പോൾ നതാഷയ്ക്ക് കലശലായ ദേഷ്യമുണ്ടായി.
ഒരു ദിവസം റിട്ടയർമെന്റ് ഹോമിൽ വെച്ച് റീനയുടെ ചായയിൽ നതാഷ ഉറക്ക ഗുളിക ചേർത്തു. ഉറക്ക ഗുളിക കലർത്തിയ ചായ കുടിച്ച് സ്കൂട്ടറിൽ പോയതുകൊണ്ട് തന്നെ അവൾക്ക് ഉറക്കം വരികയും ഒരു ഫാസ്റ്റ് പാസഞ്ചറുമായി അവൾ കൂട്ടിമുട്ടുകയും ചെയ്തു. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലുള്ള ഒരു ആക്സിഡന്റ്. എന്നാൽ റീനയുടെ മരണത്തിന് പോലീസ് നതാഷയെ പിടികൂടുമോ എന്ന് ക്യാപ്റ്റൻ ഒരു ഭയമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഒരു ആത്മഹത്യാ കുറിപ്പും എഴുതി വെച്ച് ഒരു ആത്മഹത്യാ നാടകം ക്യാപ്റ്റൻ അരങ്ങേറിയത്. തങ്ങളെ ഒരു വിധത്തിലും ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പേര് മാറ്റിയിട്ടുള്ള ഈ ഫാമിലെ താമസം. താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം ജെസ്സി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഡയറി കുറിപ്പുകൾ ക്യാപ്റ്റൻ ജെസ്സിക്ക് അയച്ചു കൊടുത്തത്. തന്റെ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിക്കാൻ ജെസ്സി നാട്ടിലേക്ക് എത്തുമെന്നും അതിലൂടെ ജെസ്സി ക്യാപ്റ്റനെ കണ്ടെത്തുമെന്നും ഫെഡറിക്കിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ജെസ്സിക്ക് അതിൽ വിജയിക്കുകയും ചെയ്തു. അന്നമ്മച്ചിയുടെയും ബ്രിട്ടോയുടെയും കൊലപാതകിയായ റീനയെ നതാഷ വളരെ വിദഗ്ധമായി കൊലപ്പെടുത്തിയതിൽ ജെസ്സിക്ക് അതിയായ സന്തോഷമുണ്ടായി. ജെസ്സിയുടെ വിവാഹ ജീവിതം വിജയകരമായിരുന്നില്ല. ജോയലിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ ജെസ്സിക്കയോട് ഡിവോഴ്സിന് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജോയലിനോട് തനിക്ക് ഡിവോഴ്സിന് സമ്മതമാണെന്ന് അറിയിച്ച ശേഷം ജെസ്സി തന്റെ ചാച്ചനോടും നതാഷയോടും ഒപ്പം മനോഹരമായ ആ ഫാമിൽ താമസിക്കാൻ തീരുമാനിച്ചു. ഉദ്വേഗഭരിതമായ കഥാമുഹൂർത്തങ്ങളിലൂടെ വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന വൃദ്ധസദനത്തിലെ കൊലപാതകം ശ്രീ ലാജോ ജോസിന്റെ റെസ്റ്റ് ഇൻ പീസ് എന്ന പുസ്തകത്തിലാണുള്ളത്. ഒരിക്കലും പുസ്തകം വായിച്ച ഒരു ത്രില്ലിംഗ് ഈ കഥാവതരണത്തിലൂടെ കിട്ടിയിട്ടില്ല എന്നറിയാം. എങ്കിലും കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. മാതൃഭൂമി ബുക്സിൽ ലാജോ ജോസിന്റെ റെസ്റ്റ് ഇൻ പീസ് എന്ന പുസ്തകം ലഭ്യമാണ്. എല്ലാവരും വായിക്കുക, അനുഭവങ്ങൾ പറയുക. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.